നേതാവ് സോണിയാഗാന്ധിക്ക് കനത്ത തിരിച്ചടി. ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ദില്ലി റോസ് അവന്യൂ കോടതി നോട്ടീസ് നൽകി. വികാസ് ത്രിപാഠി എന്നയാൾ നൽകിയ ക്രിമിനൽ റിവിഷൻ ഹർജിയിലാണ് പ്രത്യേക ജഡ്ജി വിശാൽ ഖോഖ്ലെ നടപടിയെടുത്തത്. സംഭവത്തിൽ മറുപടി നൽകാനായി ദില്ലി പോലീസും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജിയിൽ ഉന്നയിക്കുന്നതിനനുസരിച്ച് സോണിയാഗാന്ധി 1983 ഏപ്രിലാണ് ഇന്ത്യൻ പൗരത്വം നേടിയത്. എന്നാൽ അതിന് 3 വർഷം മുമ്പ് 1980 ന്യൂഡൽഹി പാർലമെന്ററി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. ഈ നടപടിയിൽ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി സോണിയാഗാന്ധിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കേസെടുക്കാൻ ഉത്തരവിടാൻ വിസമ്മതിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ ദില്ലി റോസ് അവന്യൂ കോടതിയെ സമീപിച്ചത്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വൈഭവ് ചൗരസ്യ 2024 സെപ്റ്റംബർ 11 ഈ ഹർജി തള്ളിയത്. 1980 വോട്ടർ പട്ടികയുടെ സാക്ഷ്യപ്പെടുത്താത്ത ഒരു ഫോട്ടോ കോപ്പി മാത്രമാണ് ഹർജിക്കാരൻ തെളിവായി ഹാജരാക്കിയത്. വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ പോലുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്താനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് കോടതി അന്ന് ഹർജി തള്ളിയത്. മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവിനെതിരായ അപ്പീലാണ് ഇപ്പോൾ റോസ് അവന്യൂ കോടതി പരിഗണിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിഷയം സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി സോണിയാഗാന്ധിക്കും ദില്ലി പോലീസിനും നോട്ടീസ് അയക്കാൻ പ്രത്യേക ജഡ്ജി വിശാൽ ഖോഖ്ലെ ഉത്തരവിട്ടത്. അതേസമയം പൗരത്വത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കേസ് നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവും ലോക്സഭാ എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു BJP നേതാവ്. അലഹാബാദ് ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരുന്നത്. BJP MP വിഘ്നേഷ് ശിഷിറാണ് ഹർജിയുമായി അലഹാബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. പൗരത്വം സംബന്ധിച്ച ഒരു ഹർജി കോടതി തീർപ്പാക്കിയതിന് പിന്നാലെയാണ് പുതിയ ഹർജി എത്തിയിരുന്നത്. രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്നും ഇങ്ങനെയൊരു വിഷയം നിലനിൽക്കുന്ന സമയത്ത് വിദേശയാത്ര ചെയ്യാൻ അനുവദിക്കരുതെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചതിനെ തുടർന്ന് മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിഘ്നേഷിന് സ്വാതന്ത്ര്യം നൽകി. രാഹുൽ ഗാന്ധി ഒരേ സമയം ഇന്ത്യൻ പൗരത്വവും UK പൗരത്വവും ഉള്ളയാളാണ്. ഇരട്ട പൗരത്വമുള്ളയാൾ എങ്ങനെയാണ് MP ആയതെന്നും ഇത് അനുവദിക്കാൻ പാടില്ലെന്നും ഹർജിയുടെ ഉള്ളടക്കമുണ്ടായിരുന്നു. രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും MPക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. ഹർജി തീർപ്പാക്കും വരെ രാഹുൽ വിദേശയാത്ര ചെയ്യാൻ പാടില്ലെന്നും അല്ലെങ്കിൽ രാഹുൽ നാട് വിടണമെന്നും BJP MP ആരോപിച്ചിരുന്നു. അതേസമയം മുമ്പും ഇതേ വിഷയത്തിൽ വിഘ്നേഷ് സമർപ്പിച്ച ഹർജി അലഹാബാദ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ആവശ്യം. കൂടാതെ CBI അന്വേഷണവും ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും ഹർജിയുമായി വിഘ്നേഷ് രംഗത്തെത്തിയിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.